എല്ലാവർക്കും നമസ്കാരം. മാതൃഭൂമി പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഈ വേദിയിൽ നിൽക്കാനും നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചതിൽ സന്തോഷം ആദ്യം അറിയിക്കുന്നു. എൻ്റെ കൂടെ ശ്രീ ഷാബു കിളിത്തട്ടിൽ ഉണ്ട്. 2 നീലമത്സ്യങ്ങൾ എന്ന ഉഗ്രനൊരു പുസ്തകം രചിച്ച പ്രതിഭാധനനാണ് ഷാബു കിളിത്തട്ടിൽ. ഞാൻ ആലോചിക്കുന്നത് ഈ പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായിട്ട് തുടക്കം സാഹിത്യമായിട്ട് ബന്ധപ്പെട്ട ഒരു മാജിക് കാണിച്ചുകൂടെ തുടങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണ്. വാട്ട് യു സേ? എല്ലാവരും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ തുടങ്ങാം. ഈ മാജിക് ക്രിയേറ്റ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് പി ഭാസ്കരൻ മാസ്റ്ററുടെ ആദ്യ വിദ്യാലയം എന്ന് പറയുന്ന ഒരു കവിതയെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഈ മാജിക് ചെയ്യുന്നത്. ആദ്യ വിദ്യാലയം എന്ന് പറയുന്ന കവിത വായിച്ച സമയത്താണ് ഇത്തരം ഒരു മാജിക്കിന് ആവിഷ്കാരം കൊടുക്കാൻ വേണ്ടിയിട്ടൊരു തോന്നലുണ്ടാവുന്നത്. ഇത് എൻ്റെ 3 ആദ്യ വിദ്യാലയങ്ങളിൽ നടന്ന സംഭവമാണ്. കവളമുക്കട്ട എന്ന് പറയുന്നത് നിലമ്പൂരിൽ, മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്ത് കവളമുക്കട്ട എന്ന് പറയുന്നൊരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും. ആ ഗ്രാമത്തിൽ കവളമുക്കട്ട ഗവൺമെൻറ് LP സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അവിടെ ഒരു പിള്ളമാഷുണ്ടായിരുന്നു. കുഞ്ഞുനാളിൽ സ്കൂളിൽ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും പൂർണ്ണമായും അന്തർമുഖനായിരുന്നു ഞാൻ. ക്ലാസ്സിൽ ആരോടെങ്കിലും സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. സ്റ്റേജിൽ സംസാരിക്കാനോ പാട്ട് പാടാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്ത് പിള്ളമാഷാണ് സാഹിത്യ സമാജത്തിന് എന്നെ ആദ്യമായിട്ട് സ്റ്റേജിലേക്ക് പിടിച്ചിട്ട് സംസാരിക്കടാ എന്ന് പറഞ്ഞ് പ്രസംഗം എഴുതി തന്നെ കൊണ്ട് സംസാരിക്കാൻ പഠിപ്പിച്ചത് പിള്ളമാഷാണ്. പറമ്പ ഗവൺമെൻറ് UP സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊരു കമലാദേവി ടീച്ചറുണ്ടായിരുന്നു. ആ ടീച്ചറാണ് ഞങ്ങളൊക്കെ വീട്ടിലൊക്കെ വന്ന് ചോറ് ഉരുട്ടിത്തരും ടീച്ചർ. അത്രമാത്രം സ്നേഹവാത്സല്യമുള്ള ടീച്ചറായിരുന്നു. ആ ടീച്ചറെ ഞങ്ങൾ ടീച്ചറമ്മ എന്ന് വിളിച്ചു. ആദ്യമായിട്ട് എൻ്റെ മുഖത്ത് നോക്കി നിന്നിലൊരു കലാകാരനെ കാണുന്നതെന്ന് ആദ്യമായിട്ട് പറയുന്ന ടീച്ചറാണ്. ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ശാന്ത ടീച്ചറുണ്ടായിരുന്നു. അന്ന് ഞാൻ മാജിക് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്ന കാലമാണ്. അപ്പോൾ കൈയടക്കത്തിലൂടെ ഒരു ചീട്ടിൻ്റെ നിറം മാറ്റുന്ന മാജിക് കാണിക്കാൻ വേണ്ടി പുസ്തകത്താലിനിടയിൽ ഒരു ചീട്ട് ഒളിപ്പിച്ച് കൊണ്ടുപോയി ക്ലാസ്സിലിരുന്നത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടീച്ചറത് കണ്ടുപിടിച്ചു. ടീച്ചർ എന്നോട് വന്നിട്ട് ചോദിക്കും എന്താ കാണിക്കാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു മാജിക് പ്രാക്ടീസ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. ടീച്ചർ കാണിക്കാൻ പറഞ്ഞു. സ്വാഭാവികമായിട്ടും ടീച്ചർക്ക് എന്നെ ക്ലാസ്സിൽ നിന്ന് മാജിക് കാണിച്ചപ്പോൾ പുറത്താക്കാമായിരുന്നു. പക്ഷേ ടീച്ചർ കൈയടിച്ചു. ആ കയ്യടിയുടെ ശബ്ദം കേട്ട് കൂട്ടുകാരെല്ലാം കൈയടിച്ചു. പിന്നീട് ആ കയ്യടി ശബ്ദമാണ് എത്രയോ കാലം ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ടുകൊണ്ടേയിരുന്നത്. ഈ 3 അധ്യാപകരെയാണ് പരിചയപ്പെടുന്നത്: പിള്ളമാഷ്, കമലാദേവി ടീച്ചർ, ശാന്ത ടീച്ചർ. അപ്പോൾ ഈ മാജിക്കിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു 3 പേരുടെ സഹായം വേണം. ആരെങ്കിലും ഒരു 3 പേര് വേദിയിലേക്ക് വരിക. അത് ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് വെൽ ആൻഡ് ഗുഡ്. ആരെങ്കിലും 3 പേര് വളരെ ഫാസ്റ്റായിട്ട് സമയം കളയാതെ 3 പേര് വേദിയിലേക്ക് വരും. ആരെങ്കിലും 3 പേര്? അയ്യോ, 3 ആളുകളുണ്ടായിട്ട് 3 പേർക്ക് വരാൻ? ഇതിൽ വരാം. പേരെന്താ മോളുടെ? ആകാൻഷ. ഓക്കെ, വാട്ട്സ് യുവർ നെയിം സർ? ലൂയി. യാ, യുവർ നെയിം? സ്വപ്ന. ഓക്കെ, ആകാൻഷ, ലൂയി ആൻഡ് സ്വപ്ന, ഈ 3 പേരാണ് വേദിയിലേക്ക് വന്നിരിക്കുന്നത്. 3 പേർക്കും ഓരോ സാധനങ്ങൾ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് തരുന്നത്. അതിനകത്ത് അതെന്താണ്? ബുക്കാണ്. മലയാളം വായിക്കാൻ അറിയാമല്ലോ ആകാൻഷയ്ക്ക്? അറിയില്ല. വാട്ട് അബൌട്ട് യു? സ്വപ്ന ഇങ്ങോട്ട് വന്നോളൂ. ആകാൻഷ അങ്ങോട്ട് വന്നോളൂ. സ്വപ്ന, യു കം ദിസ് സൈഡ്. എന്താണത്? ഓ ചന്തുമേനോൻ്റെ ഇന്ദുലേഖയാണ്. മലയാളത്തിൽ ആദ്യ സമ്പൂർണ്ണ നോവലാണ്. മറിച്ച് നോക്കിക്കോളൂ, പുസ്തകം ഒന്ന് മറിച്ച് നോക്കിക്കോളൂ. ധാരാളം പേജുകൾ, ധാരാളം വാക്കുകളെല്ലാം ഉണ്ട് അതിനകത്ത്. ആൻഡ് ലാസ്റ്റ് പേജ് എത്രയാണ്? എത്ര പേജ് ഉണ്ടെന്ന് നോക്കി? 323 പേജുണ്ട്. ഞാൻ സ്വപ്ന മാഡത്തിനോട് ആവശ്യപ്പെടുന്നത്, ഞാൻ ഈ ബുക്കിങ്ങിനെ റിഫിൽ ചെയ്യുന്ന സമയത്ത് ഇഷ്ടപ്പെട്ട സ്ഥലത്തെത്തുമ്പോൾ സ്റ്റോപ്പ് എന്ന് പറയണം. എവിടെ വേണമെങ്കിൽ സ്റ്റോപ്പ് എന്ന് പറയാം. ആ സ്ഥലത്ത് ഞാൻ നിർത്തും. നിർത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ പേജ് നമ്പറും ഫസ്റ്റ് ഒരു വാക്കും മനസ്സിൽ വിചാരിക്കണം. ചുണ്ടനക്കരുത്, പറയരുത്, മനസ്സിൽ മാത്രം വിചാരിക്കുക. ഫസ്റ്റ് ഒരു വാക്ക്, പേജ് നമ്പർ. ഓക്കെ, ഞാൻ ഈ സൈഡൊന്ന് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിസിറ്റിംഗ് കാർഡ് ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ യു ക്യാൻ സേ എനി വേർഡ് ടു സ്റ്റോപ്പ്. എവിടെ വേണമെങ്കിൽ സ്റ്റോപ്പ് എന്ന് പറയാം. യുവർ ചോയ്സ്. ഓക്കെ, യുവർ ഓക്കെ. ഞാനത് തുറക്കുന്നു. ആൻഡ് യു ക്യാൻ സീ ദി ഫസ്റ്റ് വേർഡ് ആൻഡ് ദി പേജ് നമ്പർ. പ്ലീസ് വാച്ച്. ഫസ്റ്റ് പേജ് നമ്പർ ആൻഡ് ഫസ്റ്റ് വേർഡ്. യു ഗോട്ട് ഇറ്റ്? പേജ് നമ്പർ? യാ, ഇറ്റ്സ് ഓക്കെ. പേജ് നമ്പർ, ഫസ്റ്റ് വേർഡ്. പേജ് നമ്പർ പറഞ്ഞാൽ നോക്കിയാൽ മതി. യാ, ഈ പേജ് നമ്പറും വാക്കും പറഞ്ഞാൽ ഓർത്താൽ മതി. യാ, ഇത് നോക്കൂ. ഓക്കെ, യു ഗോട്ട് ഇറ്റ്? ഓക്കെ.
ചെയ്യേണ്ടത് ആ പേജ് നമ്പറും വാക്കും ഇതിൻ്റെ വലുതാക്കി സൈഡിൽ പോയിട്ട് എഴുതി വെച്ചോളൂ. ഞാൻ കാണണ്ട, ഓഡിയൻസ് കാണണ്ട. ആൻഡ് നെക്സ്റ്റ് ഈസ് യുവർ ടേൺ. ആകാശ അല്ലേ പേര് പറഞ്ഞത്? ആകാംക്ഷ. ഓക്കെ, ആകാംക്ഷ കൈ ഇങ്ങനെ വെച്ചോളൂ. അതിനുശേഷം ഈ സാധാരണ നമ്മൾ ചിത്രങ്ങളിലൂടെയാണ് പാഠങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ആൻഡ് ദിസ് എ ഫോൺ. ഇമാജിനേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ദാൻ നോളജ്. നമ്മൾ പറയും ദിസ് എ ട്രീ ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് എ ക്ലോക്ക്. ദിസ് വൺ ഒരു വീടാണ്. ആൻഡ് ദിസ് വൺ ചെയറാണ്. ഇങ്ങനെ നിരവധി ചിത്രങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരു ആകാംക്ഷ ചെയ്യേണ്ടത്. ഞാൻ ഈ കാർഡുകൾ ഇങ്ങനെ ഷഫിൾ ചെയ്യുന്ന സമയത്ത് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ടച്ച് ചെയ്തോളൂ. ഏതെങ്കിലും ഒന്നിൽ ടച്ച് ചെയ്തോളൂ. ടച്ച് വൺ, എനി വൺ. ഇതാണോ ദി ടോപ്പ് വൺ? ഓക്കെ, ഇത് മോൾക്ക് നെഞ്ചിനോട് ഇങ്ങനെ ചേർത്ത് വെക്കാം. മേഡം ബോർഡ് തന്നാൽ മതി. പേജ് നമ്പർ അവിടെ വെച്ചോളൂ. പേജ് കയ്യിൽ വെച്ചാൽ മതി. ആൻഡ് ആ പേന് തന്നോളൂ. താങ്ക് യു സോ മച്ച്. ആകാംക്ഷ, ഈ അതിനകത്തുള്ള ചിത്രം മോക്കളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ പരമാവധി നന്നായിട്ട് ഈ പേപ്പറിൽ ആരും കാണാതെ വരച്ചു വെച്ചോളൂ. ആൻഡ് നെക്സ്റ്റ് ഡ്രോ ദി പിക്ചർ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഈസ് യുവർ ടേൺ സർ. ഇതിനകത്ത് നമ്മൾ ആകാംക്ഷ കുറച്ച് അങ്ങോട്ട് മാറി നമ്മളെ. ഓക്കെ, ഇതിനകത്ത് കുറേ മഹാന്മാരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ വായിച്ചോളൂ. ഗാന്ധിജി. നെക്സ്റ്റ് വൺ നെഹ്റു. നെക്സ്റ്റ് വൺ സുഭാഷ് ചന്ദ്രബോസ്. നെക്സ്റ്റ് വൺ ബരാക് ഒബാമ. നെക്സ്റ്റ് വൺ ടാഗോർ, വിൻസ്റ്റൺ ചർച്ചിൽ, റൂസ്വെൽറ്റ്. ഇങ്ങനെ നിരവധി പേരുകളുണ്ട്. അങ്ങയുടെ പേരെന്താണ്? ലൂയി. ഞാനിങ്ങനെ റിഫിൽ ചെയ്യുന്ന സമയത്ത് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് വിരൽ ഇൻസേർട്ട് ചെയ്യാം. എവിടെ വേണമെങ്കിലും യു ക്യാൻ ജസ്റ്റ് പുട്ട് യുവർ ഫിംഗർ ദ. ഓക്കെ, എവിടെ വേണമെങ്കിലും ചെയ്തോളൂ. എവിടെ വേണമെങ്കിലും ചെയ്തോളൂ. എവിടെ വേണമെങ്കിലും. യുവർ ഓക്കെ. ഇതിനകത്ത് എഴുതിയ പേര് കണ്ടോ? ഇവിടെ പേര് കണ്ടോ? പറയണ്ട പറയണ്ട പറയണ്ട. കണ്ടല്ലോ കണ്ടല്ലോ കണ്ടല്ലോ. ആകാംക്ഷ വരച്ചു കഴിഞ്ഞു മോളെ. യാ, ആൻഡ് ഗിവ് മി that board. അതിനകത്തുള്ള പേര്, കണ്ട പേര് ഇതിനകത്ത് വലുതാക്കി എഴുതി വെച്ചോളൂ. സോ എഴുതണം കുറച്ച് അങ്ങോട്ട് മാറിന്നോളൂ. സോ 3 കാര്യങ്ങൾ എല്ലാം റാൻഡം സെലക്ഷൻ ആയിരുന്നു. ഒ ചന്ദമേനോൻ്റെ ഇന്ദുലേഖ എന്ന പുസ്തകത്തിൽ നിരവധി വാക്കുകൾ, നിരവധി പേജ് നമ്പറുകൾ, അതിൽ നിന്നൊരു പേജ് നമ്പറും ഒരു വാക്കുമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. രണ്ടാമതായി നിരവധി ചിത്രങ്ങൾ ഉണ്ടായിരുന്ന ചിത്രങ്ങളിൽ നിന്ന് ഒരു ചിത്രം സെലക്ട് ചെയ്തിരിക്കുന്നു. മൂന്നാമതായി നിരവധി ലോക നേതാക്കളുടെ പേരുണ്ടായിരുന്നു. ആ ലോക നേതാക്കളുടെ പേരിൽ ഒരു പേരാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇനി നിങ്ങളുടെ വീഡിയോ കാണാൻ പോകുന്നു. പി ഭാസ്കരൻ മാസ്റ്ററുടെ ആദ്യ വിദ്യാലയം. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിലെ ദൃശ്യങ്ങൾ ഓർത്തു വയ്ക്കുക. ഞാൻ പിന്നീട് ചില ചോദ്യങ്ങൾ ചോദിക്കും. സോ വാച്ച് ഓൺ ദി വീഡിയോ പ്ലീസ്. അച്ഛൻ നട്ട ഈ ആൽമരത്തിനരികിലേക്ക് നടന്നെടുക്കുമ്പോൾ ഞാൻ ഇന്നും ഒരു കുട്ടിയാണ്. പഠിപ്പിച്ച ഗുരുക്കന്മാരെക്കുറിച്ചുള്ള ഓർമ്മകൾ ഒരാൽമരം പോലെ ഇന്നും എന്നിൽ പടർന്നു നിൽക്കുന്നു. ആദ്യ വിദ്യാലയത്തിൻ്റെ ആർദ്രമായ ഓർമ്മകൾ. കവളമുക്കട്ട ഗവൺമെൻറ് LP സ്കൂൾ. അറിവിൻ്റെ വാതായനങ്ങളിലേക്കുള്ള ആദ്യ ചുവടുകൾ. പിള്ളമാഷ് അക്ഷരങ്ങളുടെ ലോകത്തേക്ക് കൈപിടിച്ചാനയിച്ച ആദ്യ ഗുരുനാഥൻ. ഏപ്രിൽ അപ്പൊ എല്ലാവരും ഇനി ഒന്ന് എഴുതിക്കേ. ഗോപി വന്നേ. ഇതെന്താ ഇത്? ഇങ്ങോട്ട് തന്നെ ഇങ്ങനെ. പറമ്പ ഗവൺമെൻറ് UP സ്കൂളിലെ ഓരോ കോണിലും ഇപ്പോഴുമുണ്ട് എന്നെ സ്നേഹിച്ച ടീച്ചറമ്മയുടെ ഏറെ ഇഷ്ടപ്പെട്ട ശബ്ദം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതി ദിനം എപ്പോഴാ? ജൂൺ 5. കമലാദേവി ടീച്ചർ.
ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ടീച്ചറമ്മ. കരുളായി ഹൈസ്കൂളിൻ്റെ മുറ്റത്തെ പൂത്തുലഞ്ഞ ഇലഞ്ഞിമരം പോലെ ഞാനും എൻ്റെ സ്വപ്നങ്ങളും. ആദ്യ വിജയം അമേരിക്കൻ ഉള്ളിൽ പ്രസിഡന്റായിട്ടായിരുന്നു. വിടരാൻ വിതുമ്പി നിൽക്കുന്ന വിസ്മയ സ്വപ്നങ്ങളെ ആദ്യം തിരിച്ചറിഞ്ഞത് എൻ്റെ ശാന്ത ടീച്ചറായിരുന്നു. ഗോപി നോക്കട്ടെ. പതിവ് ശാസനകൾക്ക് പകരം പ്രോത്സാഹനത്തിൻ്റെ കയ്യടികൾ ക്ലാസ്സിൽ മുഴങ്ങിയപ്പോൾ ഞാൻ എന്നിലെ ഇന്ദ്രജാലക്കാരനെ തിരിച്ചറിയുകയായിരുന്നു. ഓരോ പരാജയങ്ങളും വിജയത്തിലേക്കുള്ള കാൽവെപ്പുകളാണ് എന്ന ടീച്ചർ ഒരു മഹാന്റെ ജീവിത കഥാഭാഗം പഠിപ്പിക്കുമ്പോൾ പറഞ്ഞത് ഇന്നും എനിക്ക് ശക്തിയാണ്. ആ മഹാൻ മറ്റാരുമായിരുന്നില്ല. ഗോപി പറയൂ. എബ്രഹാം ലിങ്കൻ. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട ഗുരുക്കന്മാർ. പിള്ളമാഷ് ഈ അടുത്ത കാലത്ത് ഈ ഭൂമിയിൽ നിന്ന് പോയി. നമ്മൾ ഇനി ഇതിൻ്റെ ഒരു മാജിക്കിൻ്റെ സെഷനിലേക്ക് കിടക്കുകയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, അന്ന് കവളമുക്കട്ട LP സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുഞ്ഞു ഗോപി സ്ലേറ്റിൽ കുസൃതി എഴുതിയൊരു നമ്പർ ഓർമ്മയുണ്ടോ? 170. ഓക്കെ. അന്ന് പിള്ളമാഷ് സ്ലേറ്റിൽ എഴുതി കൊടുത്തൊരു നമ്പർ വാക്ക് ഓർമ്മയുണ്ടോ? മെയ്. ഓക്കെ, 170 മെയ്. സ്വപ്ന മാഡം പ്ലീസ് കം ഓവർ ഹിയർ. ഏതാണ് സെലക്ട് ചെയ്തത് എനിക്കറിയില്ല. ആൻഡ് യു ക്യാൻ ഷോ ടു ദി ഓഡിയൻസ്. ആൻഡ് ദാറ്റ്സ് എക്സാക്ട്ലി 170 ആൻഡ് മെയ്. താങ്ക് യു സോ മച്ച്. ദാറ്റ്സ് മാജിക്. ഓക്കെ. ആൻഡ് രണ്ടാമതായി മോള് സെലക്ട് ചെയ്തിരിക്കുന്നത്, അന്ന് കമലാദേവി ടീച്ചർ ബോർഡിൽ വരച്ചൊരു ചിത്രം ഓർമ്മയുണ്ടോ? ഏതായിരുന്നു? ഒരു മരത്തിൻ്റെ ചിത്രം അല്ലേ? ആൻഡ് നിരവധി ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. ആൻഡ് യു സെലക്ടഡ് വൺ പിക്ചർ ഫ്രം ദാറ്റ് ആൻഡ് ഷോ ദാറ്റ് ടു ദി ഓഡിയൻസ് ദാറ്റ് എക്സാക്ട്ലി ദി സെയിം. ദാറ്റ്സ് എ ട്രീ. അന്ന് ശാന്ത ടീച്ചർ പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാൻ വേണ്ടി ഒരു മഹാന്റെ പേര് പറയിപ്പിച്ചു. ഏതാണ്? എബ്രഹാം ലിങ്കൻ. നിരവധി പേരുകളുണ്ടായിരുന്നു. ആൻഡ് സർ സെലക്ടഡ് ദി സെയിം നെയിം, ദാറ്റ് ഈസ് എബ്രഹാം ലിങ്കൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച് ഫോർ ദി കോപ്പറേഷൻ. താങ്ക് യു വെരി മച്ച്. താങ്ക്സ് എ ലോട്ട്. ഇത് സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുഞ്ഞു മാജിക്ക് കാണിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മുടെ ചർച്ചകളിലേക്ക് കിടക്കാം. ഇവിടെ ഷാബു കിളിത്തട്ടിൽ എൻ്റെ കൂടെയുണ്ട്. നമുക്ക് ഇങ്ങനെ ഇട്ടാൽ മതിയല്ലോ അല്ലേ? ചെയർ ഇത് ഓക്കെ അല്ലേ? ഇടയ്ക്ക് കുട്ടികളുടെ പെർഫോമൻസ് കൂടി ഉള്ളതുകൊണ്ടാണ് ചെയർ ഇങ്ങനെ ഇടുന്നത്. ഷാബു, നമ്മുടെ വിഷയം വ്യത്യസ്തരായവർക്കും സാധ്യമാണ് എന്നുള്ളതാണ്. എല്ലാവർക്കും ആദ്യമേ നമസ്കാരം. പ്രത്യേകിച്ച് ഇങ്ങനൊരു വിഷയത്തിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പാണ് നമ്മൾ അസാധ്യമായൊരു ഇന്ദ്രജാല പ്രകടനം കാണുന്നത്. പക്ഷേ ഇന്ദ്രജാല പ്രകടനം അവതരിപ്പിക്കാനുണ്ടാകുന്ന ഒരുപാട് പരിമിതികൾക്കിടയിൽ നിന്നും അത് ഈ സ്റ്റേജിൽ അവതരിപ്പിക്കാൻ ശ്രീ ഗോപിനാഥ് മുതുകാട് ശ്രമിച്ചു. അതിൽ അദ്ദേഹം വിജയിച്ചു. നമ്മളത് കണ്ടതാണ്. നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ ആദ്യം ആരാണ് ഈ വ്യത്യസ്തർ എന്നുള്ളത് നമ്മുടെ ഓഡിയൻസിനോട് ഒന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. നമ്മൾ ഇതിനകത്ത് പാത്രമാവുന്നത് ഭിന്നശേഷിയുള്ള കുട്ടികളാണ്. ഓട്ടിസം, സെറിബ്രൽ പാൾസി, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഇങ്ങനെയുള്ള പ്രത്യേക ശേഷിയുള്ള കുട്ടികളെയാണ് നമ്മൾ വ്യത്യസ്തരായ കുട്ടികൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. വ്യത്യസ്തരായവർക്കും സാധ്യമാണ് എന്തുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപാരമായ സാധ്യതകളുള്ള ആ കുട്ടികളെ, കഴിവുകളെ പുറത്തു കൊണ്ടുവന്ന് അവരുടെ സ്ഥിതിവിശേഷം അറിയിക്കുക എന്നുള്ളത് തന്നെയാണ്. അവരുടെ കഴിവുകൾ, അവരുടെ ഒളിഞ്ഞു കിടക്കുന്ന കഴിവുകൾ നമ്മൾ വേണ്ട രീതിയിൽ മുന്നിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്കും സാധ്യമാണ്, എന്തും സാധ്യമാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു വേദിയാണ് നമ്മളതിന് കാണുന്നത്. ഷാബുവിൻ്റെ അടുത്ത കാലത്തിറങ്ങിയ പുസ്തകം 2 നീലമത്സ്യങ്ങൾ. ആ നീലമത്സ്യങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് മുനീസയുടെ ഒരു കുട്ടിയുണ്ട്, ഭിന്നശേഷിയുള്ളൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം.
ഞാനിവിടെ റെഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് VR ഫെറോസും CK മീനയും ചേർന്ന് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകത്തെക്കുറിച്ചാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. എന്നെ ഏറെ സ്വാധീനിച്ചൊരു പുസ്തകമാണത്. ദി ഇൻവിസിബിൾ മെജോറിറ്റി എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകത്തിനകത്ത് അദ്ദേഹം വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. VR ഫെറോസിൻ്റെ ഒരു മോന് ഓട്ടിസം, സിവിയറായിട്ടുള്ള ഓട്ടിസം ഉള്ള ഒരു കുട്ടിയാണ്. ഫെറോസ് സാൻ ഫ്രാൻസിസ്കോയിലാണ്, CK മീനയാണെങ്കിൽ ബാംഗ്ലൂരാണ്. രണ്ടുപേരും ചേർന്ന് എഴുതിയ ഗംഭീരമായിട്ടുള്ളൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം 15% ഓഫ് ദി പോപ്പുലേഷൻ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്ക് പ്രകാരം, ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം 15% ആളുകൾ നമ്മുടെ ഭാരതത്തിൽ ഭിന്നശേഷിയുള്ള ആളുകൾ ആണ്, പലതരത്തിലുള്ള ഭിന്നശേഷി അനുഭവിക്കുന്നവരാണ്. അതേസമയം നമ്മുടെ RPWD ആക്ട് പ്രകാരം 2016 RPWD ആക്ട് പ്രകാരം ഗവൺമെൻറ്റിൻ്റെ കണക്ക് പ്രകാരം 2.2% ഭിന്നശേഷിയുള്ളവർ എന്നാണ് പറയുന്നത്, 2.2%. അങ്ങനെയാണെങ്കിൽ ഈ 13% എവിടെയാണ്? അവർക്കുള്ള സംവിധാനങ്ങൾ നമ്മുടെ ഭാരതത്തിലുണ്ടോ? അവർക്ക് എവിടെയും കയറി ചെല്ലാനും ഒരു സിനിമ കാണാനും ഒരു ഷോപ്പിംഗ് മാളിലേക്ക് പോകാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ ഭാരതത്തിൽ ഉണ്ടോ എന്നുള്ളതാണ് അതിനകത്ത് ചോദിക്കുന്നൊരു ചോദ്യം. അപ്പോൾ ഈ 13% പലപ്പോഴും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തതിൻ്റെ പേരിൽ വീടുകളിൽ തന്നെ ഇരിക്കേണ്ട സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പ്രത്യേകിച്ച് അങ്ങനെ വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 13% വെച്ചുകൊണ്ടാണ് ഇൻവിസിബിൾ മെജോറിറ്റി എന്ന പേരിൽ ആ പുസ്തകം എഴുതിയിരിക്കുന്നത്. ഗംഭീരമായിട്ടുള്ളൊരു പുസ്തകമാണ്, വായിക്കേണ്ട പുസ്തകമാണ്. തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഈ ഭിന്നശേഷി എന്ന് പറയുന്ന പേരിനെ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ സാധാരണഗതിയിൽ പറഞ്ഞ് ഏതെങ്കിലും ഒരു അംഗപരിമിതനായിട്ടുള്ളൊരു വ്യക്തി, അവരെയാണ് നമ്മൾ മുൻപ് ഈ ഭിന്നശേഷി എന്ന് വിളിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ 2016 അങ്ങനെ ഒരു ആക്ട് വന്നതിന് ശേഷം ഭിന്നശേഷി മേഖലയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള ആളുകളുടെ, കുട്ടികളുടെ എണ്ണം പലതരത്തിലായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ സ്വാഭാവികമായി കാണുന്ന ഏതെങ്കിലും 1-2 ഭിന്നശേഷികൾ മാത്രമല്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഓട്ടിസം സ്പെക്ട്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഡിസ്കസ് ചെയ്യുന്നതും ആ ഒരു സ്പെക്ട്രത്തിലെ കണക്ക് നോക്കിയിട്ടാണ്. ഇപ്പോൾ ശ്രീ ഗോപിനാഥ് മുതുകാട് പറഞ്ഞത് അതിൻ്റെ ചില കണക്കുകളിൽ കേരളവുമായി വസ്തുതകൾ പരിശോധിച്ചാൽ ഏകദേശം ഈ പറഞ്ഞ 2.5% നമ്മുടെ ടോട്ടൽ പോപ്പുലേഷൻ്റെ ഭിന്നശേഷിയെങ്കിൽ അതിൽ ഏറ്റവും കൂടുതലും ഈ റൂറൽ ഏരിയയിൽ നിന്നാണ്. അതായത് ഏകദേശം ഒരു 1.75% റൂറൽ ഏരിയയിൽ നിന്നാണ്. ബാക്കിയാണ് നമ്മുടെ ഈ പട്ടണ പ്രദേശങ്ങളിൽ നിന്നുള്ളത്. റൂറൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കുട്ടിക്ക് ഉണ്ടാകുന്ന ഭിന്നശേഷി വൈകല്യത്തെ പുറത്തറിയിക്കാൻ പലപ്പോഴും അവരുടെ ജീവിത സാഹചര്യം അവർക്ക് വിഘാതമായി തീരുകയും ചെയ്യുന്നു. പട്ടണത്തിൽ ഏതെങ്കിലും ചില ജോലികളിൽ കഴിയുന്നവർക്ക് മാത്രമായിരിക്കും അത്തരം കുട്ടികളെ ഏതെങ്കിലും ഒരു ട്രെയിനിങ് സെൻറ്ററിൽ വിടാൻ പോലും സാധിക്കുക. അപ്പം നമ്മൾ ഈ വിഷയം പ്രധാനമായിട്ടും കേന്ദ്രീകരിക്കുന്നത് വ്യത്യസ്തർക്കും സാധ്യമാണ് എന്നുള്ളത് ഓട്ടിസം സ്പെക്ട്രം മേഖലയിലായിരിക്കാം നമുക്ക് പറയാൻ കുറെ കൂടി എളുപ്പം എന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ കുറേ കാലമായിട്ട് ശ്രീ ഗോപിനാഥ് മുതുകാട് ആ മേഖലയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ വ്യത്യസ്തരായിട്ടുള്ള അത്തരം ഓട്ടിസം സ്പെക്ട്രം മേഖലയിലുള്ള വ്യത്യസ്തരായവർക്ക് എന്തൊക്കെ സാധിക്കും, അവരെ ഇരുട്ടുമുറിയിൽ അടച്ചിടേണ്ടതാണോ എന്നൊരു ചോദ്യമാണ് എനിക്ക് തോന്നുന്നു ഈ സെഷനിൽ നമ്മൾ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുക. അങ്ങനെ ഒരുപാട് പേര് സ്വന്തം കുട്ടികളൊരു വൈകല്യത്തെ പുറത്ത് പറയാൻ പറ്റില്ല. നമ്മുടെ ഒരു സോഷ്യൽ സ്റ്റിഗ്മ എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമുക്ക് കുറേ പ്രെജുഡിസുകളുണ്ട്. നമുക്ക് അനാവശ്യമായിട്ടുള്ള ചില സ്റ്റീരിയോ ടൈപ്പുകൾ നമ്മുടെ മനസ്സിൽ ഉറച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ വരുന്നത്. ശരിക്കും അവർക്ക് ഇപ്പോൾ സെറിബ്രൽ പാൾസി, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, ഈ ഓട്ടിസം സ്പെക്ട്രം തന്നെ വിവിധങ്ങളായിട്ട് തിരിക്കുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും അത് സാധിക്കുമോ? തീർച്ചയായിട്ടും ഇല്ല, സാധിക്കില്ല. കാരണം ബെഡ് റിഡൺ ആയിട്ടുള്ള കുട്ടികളുണ്ട്, വളരെയധികം സിവിയർ ആയിട്ടുള്ള പ്രശ്നം അനുഭവിക്കുന്ന കുട്ടികളുണ്ട്. പക്ഷേ നമ്മൾ ചില കുട്ടികൾ നോക്കുന്ന സമയത്ത് അവരെ നമ്മൾ വേണ്ട രീതിയിൽ മിനുക്കി എടുത്തു കഴിഞ്ഞാൽ അപാരമായ കഴിവുകൾ പ്രദർശിപ്പിക്കുന്ന കുട്ടികളുണ്ട്. ഒരുപക്ഷെ അത് നമ്മൾ ചിന്തിക്കും. ഇപ്പം ഞാൻ മാജിക് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മാജിക്കിൻ്റെ ഏറ്റവും വലിയൊരു രീതി എന്ന് പറയുന്നത് മനസ്സ് ഒരിടത്തെങ്കിൽ കണ്ണ് വേറൊരിടത്ത് എന്നാണ് സാധാരണ നമ്മൾ പറയാറുള്ളത്. ഇപ്പോൾ ഏതൊരു ആർട്ട് നമ്മൾ പഠിപ്പിക്കുന്ന സമയത്തും ഗുരുനാഥൻ എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്? മനസ്സും കണ്ണും ഒരുമിച്ച് പോകണം. ഡാൻസ് ചെയ്യുമ്പോഴോ കണ്ണും മനസ്സും ഒരുമിച്ച് പോകണം എന്നാണ് പറയുക. പാട്ട് പാടുമ്പോഴും അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ മാജിക്കിൽ മാത്രം ഗുരു ശിഷ്യനെ പഠിപ്പിക്കുന്നത് മനസ്സ് ഒരിടത്ത് വെച്ച് കണ്ണ് വേറൊരിടത്തേക്ക് മാറ്റണം. കാരണം എവിടെയാണോ രഹസ്യം നടക്കുന്നത് ആ രഹസ്യത്തിലേക്ക് ഒരിക്കലും കണ്ണ് പോകരുത്. അതാണ് മാജിക്കിൻ്റെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന രീതി എന്ന് പറയുന്നത്. ഇത് ഈ കുട്ടികൾക്ക് എങ്ങനെ സാധ്യമാവും? അവർ അത്രമാത്രം നിഷ്കളങ്കരായ ആ കുട്ടികൾ ചെയ്യുമ്പോൾ അത് എങ്ങനെ അവർക്ക് ചെയ്യാൻ സാധ്യമാവും? പക്ഷേ അത് നമ്മൾ നിരന്തരം ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം, നമ്മളെക്കാൾ വിദഗ്ധമായിട്ട് അവർക്കത് ചെയ്യാൻ സാധിക്കും. ഒരു സാധനം വെക്കുന്ന സ്ഥലത്ത് കൃത്യമായിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക്
കൃത്യമായിട്ട് പഠിപ്പിച്ച് അതേ രീതി നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും തെറ്റുപറ്റാത്ത രീതിയിൽ ഈ കുട്ടികൾക്ക് പെർഫോം ചെയ്യാൻ സാധിക്കും. ഞാൻ ആദ്യം 2017 ഈ 2000 വരുന്നത്. 2017 ശൈലജ ടീച്ചറുമായിട്ട് ബന്ധപ്പെട്ടാണ് ആദ്യമായിട്ട് ഈ ഒരു മേഖലയിലേക്ക് ഞാൻ കടന്നു വരുന്നത്. ടീച്ചർ സാമൂഹ്യനീതി വകുപ്പിൻ്റെ മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത്. അപ്പോൾ 23 കുട്ടികളെയാണ് നമ്മൾ മാജിക് പഠിപ്പിച്ച് തുടങ്ങുന്നത്. പക്ഷേ ഒരിക്കലും ഇത് നടക്കുമോ എന്ന് പോലും അറിയാതെ നമ്മൾ അതിനകത്തേക്ക് വരുന്നു. പക്ഷേ അന്ന് വന്ന വിഷ്ണു എന്ന് പറയുന്ന കുട്ടി, അന്ന് വന്ന ശ്രീലക്ഷ്മി എന്ന് പറയുന്ന മോള്, പാർവതി, ശരണ്യ, അവരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അവർ അന്ന് വന്ന കുട്ടികൾ പിന്നീട് അതിൽ നിന്ന് ഇമ്പ്രൂവ് ചെയ്ത് ഇന്നിപ്പോൾ അവരെ സ്ഥിരമായിട്ട് പെർഫോം ചെയ്യുന്ന മക്കളായിട്ട് മാറിയിരിക്കുകയാണ്. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് വിഷ്ണു ഈയിടെ ജപ്പാനിലെ സോഫിയ യൂണിവേഴ്സിറ്റിയിൽ ക്ഷണം സ്വീകരിച്ച് അവിടെ പോയി ഒരു പാനലിസ്റ്റിൻ്റെ മുമ്പിൽ പെർഫോം ചെയ്ത് അവിടുന്ന് സർട്ടിഫിക്കറ്റൊക്കെ മേടിച്ച് വന്ന ഒരു കുട്ടിയാണ് വിഷ്ണു എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വിഷ്ണുവിൻ്റെ ഒരു കൈയടക്ക വിദ്യ ഒന്ന് ജസ്റ്റ് ഓഡിയൻസിൻ്റെ മുമ്പിൽ നിന്ന് പ്രസൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് തീർച്ചയായിട്ടും അത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ തരത്തിലുള്ള സ്റ്റേജ് ആയതുകൊണ്ട് മറയം ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത്രയും വലിയ മാജിക്കുകളൊന്നും ചെയ്യാൻ പറ്റില്ല. വിഷ്ണു ചെയ്യുന്ന അവിടെ പ്ലാനറ്റിൽ ചെയ്യുന്ന മാജിക് എന്ന് പറയുന്ന ലെവിറ്റേഷനൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ അവൻ്റെ പരിമിതി ദയവായിട്ട് മനസ്സിലാക്കണമെന്ന് ദയവായിട്ട് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. വിഷ്ണുവിനെ നമുക്കൊന്ന് സ്റ്റേജിലേക്ക് നമുക്കൊന്ന് ക്ഷണിക്കാം. ഈ വിഷ്ണുവിൻ്റെ മാജിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് നേരത്തെ പറഞ്ഞ പോലെ ഓട്ടിസം സ്പെക്ട്രമുള്ള കുട്ടിയാണ്, സെറിബ്രൽ പാൾസിയുള്ള കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ കൈയടക്കം ഇതൊക്കെ വളരെ പ്രധാനമാണ് ഒരു മാജിക്കിന്. പക്ഷേ വിഷ്ണു അങ്ങനെ ഒരു ആ സ്പെക്ട്രത്തിൽപ്പെട്ട കുട്ടിയായിട്ട് പോലും നിരന്തരമായ പരിശ്രമത്തിലൂടെയാണ് അദ്ദേഹം ഇത് സാധിച്ചെടുക്കുന്നത്. അപ്പം നമ്മുടെ ഈ ടൈറ്റിലും ഇതും എങ്ങനെ യോജിച്ച് പോകുമെന്നുള്ളതാണ് പ്രധാനമായിട്ട് ആലോചിക്കേണ്ടത്. വ്യത്യസ്തർക്കും സാധ്യമാണോ എന്നുള്ളത് ഒരുപക്ഷെ നിങ്ങളുടെ കൺമുന്നിൽ അവതരിപ്പിക്കുകയാണ് വിഷ്ണു. തുടങ്ങാം. വിഷ്ണു കാണിക്കുന്നൊരു കയ്യടക്ക മാജിക്കാണ് കാണിക്കുന്നത്. സിമ്പിളായിട്ടൊരു മാജിക്കാണ്. 1 2 3 4 5 6. ഇപ്പോൾ വിഷ്ണുവിൻ്റെ കയ്യിൽ 6 കാർഡുണ്ട്. ആ 6 കാർഡിൽ നിന്ന് വിഷ്ണു എന്താ ചെയ്യുന്നത്? 1 2 3. 3 ഷീറ്റ് അതിനകത്ത് നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സ്വാഭാവികം ബാക്കി എത്ര ഷീറ്റ് ഉണ്ടാവും? 3 ഷീറ്റ് ഉണ്ടാവും അല്ലേ? ഓക്കെ, വിഷ്ണുവിൻ്റെ മാജിക്ക് നടക്കട്ടെ. 1 2 3 4 5 6. അതാണ് വീണ്ടും 6 അല്ലേ? അപ്പോൾ ഒന്നുകൂടി കാണിക്കാമോ വിഷ്ണു? ഒന്നുകൂടി കാണിക്കാമോ? 1 2 3. 1 2 3 4 5 6. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, നല്ലൊരു കയ്യടി കൊടുക്കുക പ്ലീസ്. നല്ലൊരു കയ്യടി. ഓക്കെ. ഈ ഒരു കോൺഫിഡൻസ് ആണ് ഏറ്റവും പ്രധാനം. സൂപ്പർ വിഷ്ണു, സൂപ്പർ കേട്ടാ. ഓക്കെ, ഈ ഒരു ആത്മവിശ്വാസം, ഇത്രയും ഓഡിയൻസിൻ്റെ മുമ്പിൽ ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം, ആദ്യം വിഷ്ണു വരുന്ന സമയത്ത് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് ഇമ്പ്രൂവ് ചെയ്ത് നിരവധി ഷോസ് നടത്തി വിഷ്ണു എന്നൊരു സാധാരണ ഇല്യൂഷൻസ് വരെ കാണിക്കാവുന്ന. അപ്പോൾ ഞാൻ ഈ സ്റ്റേജ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, സൈഡിൽ മറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് മാജിക്കിന് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ സാധാരണ നമ്മളൊക്കെ കാണിച്ചിരുന്ന ഗ്ലാസിനെ പെനിട്രേറ്റ് ചെയ്ത് കാണിക്കുന്ന മാജിക്കുകൾ, ലെവിറ്റേഷൻ റീഡിലുള്ള മാജിക്കുകൾ കാണിക്കാൻ വിഷ്ണു പ്രാപ്തനാണ്. വിഷ്ണുവിൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന മക്കളാണ് ശ്രീലക്ഷ്മിയും ശരണ്യയും പാർവതിയും. അവർ കൂടി ഒരു മാജിക്ക് കാണിക്കണം എന്ന് ആഗ്രഹമുണ്ട്. സോ മക്കളെ വാ, നല്ല കയ്യടി കൊടുത്ത് അവരെ ഒന്ന് സ്റ്റേജിലേക്ക് വിളിക്കാം പ്ലീസ്.
നല്ല കയ്യടി കൊടുക്കും പ്ലീസ്. അവള് പേര് പറഞ്ഞു. ഒരു മിനിറ്റ് പേരൊക്കെ പറഞ്ഞു പോ. പേര് പറഞ്ഞേ. പാവരി, മാജിക്ക്, ഡാൻസ്, പാട്ട് ഒന്നും കഴിക്കൂ. എൻ്റെ പേര് ശരണ്യ സതീഷ്. എനിക്ക് മാജിക്ക്, ഡാൻസും പാട്ട് ഇഷ്ടം. മജീഷ്യൻ ആവുന്നതാണ് ആഗ്രഹം. താങ്ക് യു. എൻ്റെ പേര് ചിലിച്ചുമി. എനിക്ക് മാജിക്ക്, ഡാൻസും പാട്ടും എത്തുമാണ്. താങ്ക് യു. അതാണ്. അപ്പോൾ 3 താരങ്ങളാണ്. വെരി ഗുഡ് കേട്ടോ, സൂപ്പറായി. ഓക്കെ, സൂപ്പർ. ഓക്കെ, നമ്മളിപ്പോൾ നേരിട്ട് കണ്ടതാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യത്യസ്തർക്കം സാധ്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞതാണ്. പക്ഷെ എൻ്റെ ഒരു സ്വാഭാവികമായൊരു സംശയം, ഈ കുട്ടികൾ ഒരു 3-4 വർഷമായി മാജിക് പ്ലാനറ്റിൽ നിരന്തരമായി പരിശീലിക്കുന്നവരാണ്. അപ്പോൾ ഇവരുടെ തുടക്കകാലം മുതൽ ഇതുവരെയുള്ള അവസ്ഥയെ നമ്മൾ ശാസ്ത്രീയമായി പഠിച്ച് അതിൻ്റെ തെളിവ് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഇതിനകത്ത് ഗവൺമെൻറ് ലെവൽ തന്നെ CDC ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററും ഐക്കോൺസും ഈ കുട്ടികളുടെ ഒരു പ്രീ അസസ്മെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 1 വർഷം കഴിഞ്ഞ് അസസ്മെൻ്റ് എടുത്തു, 2 വർഷം കഴിഞ്ഞ് അസസ്മെൻ്റ് എടുത്തു. ഈ അസസ്മെൻറ്റിൽ ഇവർ സ്ഥിരമായിട്ട് ഓഡിയൻസുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെടുന്നതിൻ്റെ പേരിൽ, ഓഡിയൻസുമായിട്ട് സ്ഥിരം കയ്യടി കേൾക്കുന്നതിൻ്റെ പേരിൽ, അതിൽ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓഡിയൻസിൻ്റെ അപ്രിസിയേഷൻ. സ്ഥിരമായിട്ട് അവർ ഓഡിയൻസിനെ കാണുന്നു. അപ്പോൾ വീട്ടിൽ ഇങ്ങനെ അടഞ്ഞിരിക്കുന്നതിന് പകരമായിട്ട് ഓഡിയൻസിലേക്ക് ഇറങ്ങി, കാണികൾക്കിടയിലേക്ക് ഇറങ്ങി ഇങ്ങനെ പെർഫോം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സയൻറ്റിഫിക് ആയിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഇവരുടെ മാറ്റം, അവർക്ക് വന്നിട്ടുള്ള മാറ്റം, അവരുടെ ഡിസബിലിറ്റി പെർസെൻറ്റേജിൽ വന്നിട്ടുള്ള താഴ്ച വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുള്ള ഇവരുടെ ഐക്കോൺസിൻ്റെയും CDCയുടെയും റിപ്പോർട്ടുണ്ട്. മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത് ഇവരൊക്കെ ഇപ്പോൾ ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റിനെ പോലെ അത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വിഷ്ണു കൃത്യമായിട്ട് ജപ്പാനിൽ പോയി അവിടെ ഒരു യൂണിവേഴ്സിറ്റിയുടെ മുന്നിൽ അവതരിപ്പിച്ചു എന്ന് പറഞ്ഞു. വിഷ്ണു അവിടുത്തെ ഒരു എംപ്ലോയിയാണ്, അതായത് ഒരു മാസ ശമ്പളം വാങ്ങുന്ന ഒരു എംപ്ലോയിയാണ്. എല്ലാവരും എംപ്ലോയീസാണ്, അതായത് കൃത്യമായി ശമ്പളം വാങ്ങുന്ന പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളാണ് അവർ. അപ്പോൾ അതുകൊണ്ട് ഇവർക്കും സാധ്യമാണോ എന്നൊരു ചോദ്യം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കേണ്ടതുണ്ട് എന്നതാണ് നമ്മുടെ ഒരു സബ്ജക്റ്റിൻ്റെയും പ്രധാനപ്പെട്ട വിഷയം. അദ്ദേഹം പറഞ്ഞ പോലെ ഇതൊരു പക്ഷേ എല്ലാ ഭിന്നശേഷി കുട്ടികൾക്കും അത് സാധ്യമാകണമെന്നില്ല, നമ്മൾ ആദ്യമേ പറഞ്ഞു. പക്ഷേ അവിടെ ഒരു കാര്യം ഉള്ളത്, ഇപ്പോൾ ഞാൻ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ഇതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ച കാര്യം, നമ്മളൊന്നും ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ എത്രയോ അപ്പുറം മറ്റ് രാജ്യങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും എക്സാമ്പിൾ, ഞാൻ അടുത്ത കാലത്ത് ജപ്പാനിൽ പോയ സമയത്ത് അവിടെ ബെഡ് റിഡൺ ആയിട്ടുള്ള, നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് എന്താണ്, ബെഡ് റിഡൺ ആയിട്ടുള്ള ആളുകൾക്ക്, കുട്ടികൾക്ക്, ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ, അവരെന്ത് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. പക്ഷേ അതിനുള്ള വഴി ആ രാജ്യം കണ്ടെത്തി എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഹോട്ടലിൽ റോബോട്ട്സ് ആണ് കംപ്ലീറ്റ് കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത്. പക്ഷേ അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നമ്മളോട് ഓർഡർ ചോദിക്കുന്ന സമയത്ത് അവരുടെ ഒരു പേര് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ ഈ റോബോട്ടിൻ്റെ കണ്ണിലൂടെ നമ്മൾ കാണുന്നത് ഒരു 100 കിലോമീറ്ററോ 200 കിലോമീറ്ററോ ദൂരെ കിടക്കുന്ന ഒരു ബെഡ് റിഡൺ ആയിട്ടുള്ള ഒരാളാണ് കാണുന്നത്. അപ്പോൾ അവർ നമ്മളെ കാണുന്നു, നമ്മളോട് ചോദിക്കുന്നു. സോ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞ ശേഷം നമ്മളോട് ഡീറ്റെയിൽസ് ചോദിച്ചു. കുറേ നേരം സംസാരിക്കുന്നു. അപ്പോൾ ഈ സംസാരിക്കുന്നത് മുഴുവൻ അവിടെ നിന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കേൾക്കാം. അത് കഴിഞ്ഞ ശേഷം നമുക്കൊരു ടേബിൾ നമ്പർ തരുന്നു, 21, നിങ്ങളുടെ ടേബിളിൽ അവിടെ പോയിരിക്കും. ടേബിളിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഓർഡർ എടുത്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഫുഡ് കൊണ്ടുതരുന്നതും ഈ റോബോട്ട്സാണ്, വേറെ റോബോട്ടാണ് കൊണ്ടുതരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കൊടുക്കുന്ന പേയ്മെൻറ്റ്, അവിടെ നമ്മൾ അടയ്ക്കുന്ന ആ പേയ്മെൻറ്റ് ആ സമയം തന്നെ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഈ ബെഡ് റിഡൺ ആയിട്ടുള്ള കുട്ടികളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇതൊരു വലിയ സിസ്റ്റമാണ്. നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് സാധിച്ചെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ എത്രയോ ഇത്തരം ബെഡ് റിഡൺ ആയിട്ടുള്ള കുട്ടികൾക്ക് അവർ 2-3 കാര്യങ്ങളാണ്. ഒന്ന്, അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ എൻഗേജഡാണ്, ഈ സമയത്ത് മുഴുവൻ എൻഗേജഡാണ്. അവിടെ വരുന്നപ്പോൾ ഇപ്പോൾ ഞാനവിടെ ചെന്ന് കഴിഞ്ഞ സമയത്ത് പറഞ്ഞു, ഞാൻ ഐ എം എ മജീഷ്യൻ ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ സമയത്ത് എന്നോട് ചോദിച്ചു, ക്യാൻ യു പെർഫോം എ മാജിക് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനവിടെ മാജിക് കാണിച്ച സമയത്ത് ഈ റോബോട്ട് 2 കൈ ഇങ്ങനെ ചേർത്ത് കൈ അടിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ 100 കിലോമീറ്റർ അപ്പുറം ഉള്ള ഒരു ബെഡ് റിഡൺ ആയിട്ടുള്ള ഒരു ആളാണ് ചെയ്യുന്നത്. ആ ഒരു വളർച്ച നമുക്ക് തീർച്ചയായിട്ടും കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ അതുപോലെ തന്നെ ഡൗൺ സിൻഡ്രോം ബാധിച്ച കുട്ടികൾ മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഓണർ പറയുന്നത് സാധാരണ ആളുകളെക്കാൾ കൂടുതൽ ഭംഗിയായിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാനും കൃത്യസമയത്ത് വരാനും കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി പ്രാപ്തരായിട്ടുള്ള ആളുകളെ അവർക്ക് നിയമിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എത്രയോ ആളുകൾക്ക്, ഭിന്നശേഷിയുള്ള എത്രയോ ആളുകൾക്ക് സ്ഥിരമായിട്ടൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാനും അവരുടെ ജീവിതത്തിന് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റ് രാജ്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്ന കാര്യം. തീർച്ചയായിട്ടും ഞാൻ ഈ വ്യത്യസ്തരായവർക്കും സാധ്യമാണ്. ഇപ്പം അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു തോട്ട് പ്രോസസ്സിലാണ് 2 നീല മത്സ്യങ്ങൾ എന്ന നോവലിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് ലോകമെമ്പാടും ഈ ഭിന്നശേഷി മേഖലയിലെ
ആളുകളുടെ, നമ്മളെപ്പോഴും ഈ ഭിന്നശേഷി കുട്ടികൾ എന്നേ പറയൂ, അവരെ എപ്പോഴും കുട്ടികളായി കാണാനാണ് നമ്മൾ അങ്ങനെയാണ് ശീലിച്ചിട്ടുള്ളത്. അതൊരു 26 വയസ്സായാലും 30 വയസ്സായാലും നമ്മൾ പറയുന്നത് ഭിന്നശേഷി മേഖലയിലെ കുട്ടികളെന്നാണ്. അപ്പോൾ ശരിക്കും അവരവരുടെ ബോഡിയെക്കുറിച്ച് തിരിച്ചറിയുന്നില്ല, അവരുടെ മൈൻഡ് അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മളും അയ്യോ കുട്ടികളെ പോലെ പെരുമാറുന്നു എന്നുള്ള. ഇപ്പോൾ വിഷ്ണുവിനെ ഒരുപക്ഷെ നിങ്ങൾ കണ്ട സമയത്ത് വിഷ്ണു ഒരു സാധാരണ ഒരു കൗമാരക്കാരനെ നമ്മൾ കാണുന്നത് പോലെയാണ്. വിഷ്ണു സംസാരിക്കുമ്പോഴാണ് വിഷ്ണുവിന് അങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് നമ്മൾ തിരിച്ചറിയുന്നത്. അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ കൈ ഒന്ന് ചെറുതായി ഒന്ന് വിറയ്ക്കുന്നതൊക്കെ കണ്ടപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഭിന്നശേഷി അല്ലെങ്കിൽ ഇത്തരമുള്ള ഓട്ടിസം സ്പെക്ട്രം മേഖലയിൽ അങ്ങനെ ഉള്ളവരുടെ ഒരു ഫാമിലി ലൈഫിനെ കുറിച്ചാണ് ഞാൻ 2 നീല മത്സ്യങ്ങളിൽ ഒരു ചിന്താധാര വികസിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ലോകമെമ്പാടും അത്തരത്തിലൊരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അതായത് അതൊരു തിയററ്റിക്കൽ അപ്രോച്ചായിട്ട് അവർക്കൊരു ഫാമിലി ലൈഫ് ഉണ്ടോ, കാരണം അവർക്കും സെക്ഷൽ ലൈഫ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ നമ്മുടെ ബോധ്യം, നമ്മുടെ ഒരു സൊസൈറ്റിയിൽ പൊതുധാരയിൽ സെക്സ് എന്ന് സാധാരണ ജീവിതം നയിക്കുന്നവരെ കുറിച്ച് പറയുമ്പോൾ പോലും പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അതെന്തോ പ്രശ്നമാണ്, അശ്ലീലമാണ്, സെക്സിനെ കുറിച്ചൊന്നും പറയാൻ പാടില്ല അപ്പോഴാണ് നമ്മൾ ഈ ഭിന്നശേഷി മേഖലയിലെ അങ്ങനെയുള്ളവർക്കും സെക്സ് ലൈഫ് ഉണ്ടോ, നിങ്ങൾ എന്തായി പറയുന്നത്, അവർക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ടോ, അവരവരുടെ ബോഡിയെക്കുറിച്ച് തിരിച്ചറിയുന്ന പോലുമില്ല, അപ്പോഴാണോ നിങ്ങൾ സെക്സിനെ കുറിച്ച് പറയുന്നത് എന്നുള്ള ഒരു സ്റ്റീരിയോടിപ്പിക്കൽ ഒരു തോട്ട് പ്രോസസ്സ് നമുക്കുണ്ട്. നമുക്ക് മാത്രമല്ല, ഇത് ഞാൻ ഈ തിയററ്റിക്കൽ ഫ്രെയിംവർക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇറ്റലിയിൽ നടത്തിയിട്ടുള്ള ഒരു സർവേയിൽ സെയിം തന്നെയാണ്. കാരണം അവർക്ക് ഈ ഫാമിലി ലൈഫിനെ കുറിച്ചൊരു സർവേ നടത്തി. മാരേജ് ആവശ്യമുണ്ടോ, അവർക്ക് പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് കുട്ടികളെ പ്രസവിക്കാൻ സാധിക്കുമോ, കുട്ടികളെ വളർത്താൻ സാധിക്കുമോ എന്നുള്ള ചോദ്യം വന്നപ്പോൾ അതെല്ലാം ഒഴിവാക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു സർവേയെ വേണ്ട എന്നുള്ളത്. അപ്പോൾ അത് നമ്മുടെ മാത്രമല്ല, ലോകമെമ്പാടും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അവർക്കും സാധ്യമാണോ എന്നൊരു ചോദ്യം അക്കാര്യത്തിൽ കൂടി 2 നീല മത്സ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഞാൻ അതിനകത്ത് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ UK ഒരു സ്ഥലത്ത് പോയ സമയത്ത് ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഇതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് പല സ്ഥലത്തും പോയിരുന്നു. അപ്പോൾ പോയ സമയത്ത് അവിടെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ആ സ്ഥാപനത്തിനകത്തൊരു സെക്സ് റൂമുണ്ട്. ആർട്ടിഫിഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ടീച്ചർമാർ ഒരുക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മളതൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രമാത്രം നമ്മുടെ ആളുകൾ ഉൾക്കൊള്ളും എന്നുള്ളൊരു പ്രശ്നത്തിൻ്റെ പേരിൽ നമുക്കത് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സാധാരണ ഇപ്പോൾ ഒരു ഡിസബിലിറ്റി എന്ന് പറയുന്ന സമയത്ത് എല്ലാ തരത്തിലുള്ള ഡിസബിലിറ്റിയും അവർക്ക് ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അവർക്ക് ഇപ്പോൾ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ ബൗദ്ധികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവർ ശാരീരികമായിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾ കൂടി നമ്മൾ പരിഗണിക്കുന്നുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും ആ പുസ്തകത്തിനകത്ത് 2 നീല മത്സ്യങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ടുള്ള ബോധ്യം വരും. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളവും അത് മനസ്സിലാക്കാൻ സാധിക്കും. അല്ല, അതൊരു ശരിക്കും ഒരു ആളുകളുടെ മനസ്സിലേക്ക് അങ്ങനെ ഒരു ആലോചന തുടക്കമിടുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ആ പുസ്തകത്തിനകത്ത് അങ്ങനെ പരാമർശിച്ചിരിക്കുന്നത്. അവരുടെ ജീവിതത്തിലും അങ്ങനെയൊക്കെ സാധ്യമാണോ എന്നുള്ള ഒരു ആലോചനയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നേരത്തെ ശ്രീ ഗോപിനാഥ് മുതുകാട് പറഞ്ഞതുപോലെ അതിനകത്ത് മുനീസ എന്ന് പറയുന്നൊരു സ്ത്രീക്ക് പിറന്ന പാത്തു എന്ന് വിളിക്കുന്ന ഒരു ഭിന്നശേഷിയായിട്ടുള്ള മകൾ. അപ്പം അതിനകത്ത് വേറൊരു ടാബുവിനെ കുറിച്ച് കൂടി പറയുന്നുണ്ട്, വേറൊരു സ്റ്റീരിയോടിപ്പിക്കൽ ചിന്തയെക്കുറിച്ച് കൂടി പറയുന്നുണ്ട്. നമ്മുടെ ഈ റിലീജിയസ് ആയിട്ട് പോലും ഒരു വീട്ടിൽ, ഒരു കുടുംബത്തിൽ ഒരു ഭിന്നശേഷി കുട്ടി പിറന്നാൽ അതെന്തോ മുൻജന്മ പാപത്തിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ചെയ്തിട്ടുള്ള പാപത്തിൻ്റെ ഫലമാണ് എന്നൊക്കെയുള്ള ചില സ്റ്റീരിയോടിപ്പിക്കൽ പ്രിജുഡിസുകൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെയല്ല എന്ന് പറയാൻ, ശാസ്ത്രീയമായി പറയാൻ കൂടിയാണ് അങ്ങനെ ഒരു ട്രാക്ക് ആ പുസ്തകത്തിനകത്ത്, ആ നോവലിനകത്ത് എഴുതിയിട്ടുള്ളത്. അതാണ് 2 നീല മത്സ്യങ്ങൾ ഞാൻ എടുത്തു പറഞ്ഞത്. അവർക്കും ഫാമിലി ലൈഫ് സാധ്യമാണ്. അപ്പോൾ അതിനകത്തൊരു സെക്സ് റോബോട്ടുകൾ അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ശ്രീ ഗോപിനാഥ് മുതുകാട് പറഞ്ഞതുപോലെ ഈ സെക്സ് റോബോട്ടുകൾ എന്ന് പറയുന്നത് സെക്സ് എന്ന് പറയുന്ന നമ്മൾ ആദ്യം മനസ്സിൽ കാണുന്ന ഒരു ലൈംഗികമായ പ്രവൃത്തിക്ക് വേണ്ടി മാത്രമല്ല, ഇമോഷണലായി അവരുമായിട്ട് അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പറഞ്ഞ ഭിന്നശേഷി മേഖലയിലെ ഓരോരുത്തർക്കും അത് അത്യാവശ്യമാണ്. അവരുടെ ഇമോഷൻസിനെ അഡ്രസ്സ് ചെയ്യുക എന്നത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അതിനുള്ള സാധ്യതകൾ കൂടി ആരായുകയാണ് 2 നീല മത്സ്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ ആ പുസ്തകം വായിച്ച ഒരു കാര്യം കൂടി പറയാം. ഞാൻ ആ പുസ്തകം തുടങ്ങിയിട്ട് കയ്യിൽ നിന്ന് വെക്കാതെ കംപ്ലീറ്റ് തീർത്ത ഒരാളാണ്. കാരണം ഒന്ന്, ഈ ഒരു മേഖല അതിനകത്ത് കാര്യമായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ പേരിലും ആ പുസ്തകത്തിൻ്റെ ഒരു ഡെപ്തും വെച്ചുകൊണ്ട് മുഴുവനായിട്ട് ഒറ്റ ഇരിപ്പിന് വായിച്ച് തീർത്ത ഒരാളാണ്. ഞാനതിൻ്റെ
ആ പുസ്തകം റിലീസ് ചെയ്യുന്ന സമയത്ത് മാതൃഭൂമിയുടെ അവിടെ വെച്ചിട്ട് ഞാനത് പറയുകയുണ്ടായി. കാരണം അത്രമാത്രം ഹൃദിഷ്ടമായിട്ടുള്ള, അത്രമാത്രം ഉള്ളിലേക്ക് നമുക്ക് തട്ടുന്ന ഒരു പുസ്തകമാണ്. പ്രത്യേകിച്ച് അത് ഈ ഒരു കാര്യം എനിക്ക് തോന്നുന്നത് പലരും കൈകാര്യം ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യം ആ പുസ്തകത്തിനകത്ത് വളരെ ഡീപ്പായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതിനകത്ത് ഷാബുവിനെ ഞാൻ തീർച്ചയായിട്ടും അഭിനന്ദിക്കുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മുടെ രണ്ട് നീല മത്സ്യങ്ങളിലേക്ക് ഈ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക്, കാരണം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അവർക്ക് അവരുടെ ലൈഫിൽ ഒരു എക്സ്റ്റൻഷൻ കഴിഞ്ഞാൽ അച്ഛനും അമ്മയും എപ്പോഴും ആഗ്രഹിക്കുന്നൊരു കാര്യം, ഇവരുടെ നെക്സ്റ്റ് ലെവൽ, ഞങ്ങളുടെ കാലശേഷം ഇവർ എന്ത് ചെയ്യും. ഞാൻ വീണ്ടും ആ കുട്ടി എന്ന് പറയുന്ന ആ ഒരു പദത്തിലേക്ക് വരികയാണ്. നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഇവരെ പിന്നെന്തായിരിക്കും, എൻ്റെയും അല്ലെങ്കിൽ ഞങ്ങളുടെ കാലശേഷം ഈ കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിക്കുമ്പോൾ അതാണ് സൊസൈറ്റി അഡ്രസ്സ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നത് വരെ ഒരുപക്ഷെ ആ ഭിന്നശേഷി അല്ലെങ്കിൽ കുട്ടി അല്ലെങ്കിൽ കൗമാരപ്രായമെത്തിയ ആൾക്കും ഒരു ജീവിതമുണ്ടാകും. അതിനുശേഷം പിന്നെ എന്ത്? ഒരുപക്ഷെ അവരെ കാണുന്ന സമയത്ത് നമുക്കൊന്നും തോന്നില്ല, അവർക്ക് ഏതെങ്കിലും ഒരു തരത്തിലൊരു ഭിന്നശേഷി ഉണ്ട് എന്നൊരിക്കലും നമുക്ക് തോന്നുകയുമില്ല. അപ്പം അങ്ങനെ രണ്ടുപേരുടെ രണ്ട് നീല മത്സ്യങ്ങൾ അപർണയും ആർദ്രയുമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. രണ്ടുപേരും ഹിയറിംഗ് ഇമ്പയർഡാണ്, മ്യൂട്ടാണ്. പക്ഷേ അവർ മ്യൂസിക് ഒന്നും കേൾക്കാതെ അവരുടെ മനോഹരമായ മാജിക് അവതരിപ്പിക്കുന്ന നല്ല പെർഫോമേഴ്സാണ്. അവരുടെ ഒരു പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരെയും ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ അപർണയും ആർദ്രയെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അവരാദ്യം കാണിക്കുന്ന മാജിക്ക് തന്നെ വളരെ ടഫായിട്ടുള്ള ഒരു മാജിക്കാണ്. കൈയടക്കത്തിൻ്റെ ഒരു ഇന്ദ്രജാലമാണ് കാണിക്കുന്നത്. സോ
അപർണയും ആർദ്രയാണ്. നല്ലൊരു കയ്യടി മക്കൾക്ക് കൊടുക്കാം പ്ലീസ്. അല്ല, ഇതിനകത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് രണ്ടുപേരുടെയും ആ വൈകല്യത്തെക്കുറിച്ച്, ഡിസബിലിറ്റിയെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു. ഡെഫ് ആൻഡ് മ്യൂട്ട് എന്ന് പറഞ്ഞു. നമുക്കറിയാം, ഒരു സംഗീതം കേട്ട് അതിൻ്റെ താളത്തിനനുസരിച്ച് ചെയ്യേണ്ട ഒരു മാജിക്കാണ് ഇപ്പം നമ്മൾ കണ്ടത്. അത് കേൾക്കാൻ സാധിക്കാത്ത ഡിസബിലിറ്റി ഉള്ളവരാണ് അത് ചെയ്തത് എന്ന് പറയുമ്പോൾ അവർ വ്യത്യസ്തരാണ്. ആ വ്യത്യസ്തർക്കും സാധ്യമാണ് എന്ന നമ്മുടെ ടോപ്പിക്ക് ഇവിടെ നമ്മൾ ശരിവെക്കുകയാണ്. പക്ഷേ അതിന് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം അവരോട് നമ്മൾ സിമ്പതി അല്ല വേണ്ടത്. നമ്മുടെയൊക്കെ ഒരു പൊതുമനോഭാവം ഇങ്ങനെയുള്ളവരെ കണ്ടാൽ അയ്യോ പാവം, അയ്യോ കഷ്ടം. അയ്യോ പാവം അല്ല, അവരിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവിനെ കണ്ടെത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ആ കഴിവിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഒരു സൊസൈറ്റി എന്ന രീതിയിൽ നമ്മൾ തയ്യാറാകേണ്ടത്. അതാണ് അവരിലെ സാധ്യതകളെ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നത്. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ചോദ്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് കിടക്കാം. നമസ്കാരം. ഇങ്ങനെയുള്ള ഈ ഓട്ടിസം സ്പെക്ട്രം ബാധിച്ച കുട്ടികളുടെ ഭാവിയെപ്പറ്റി പറഞ്ഞല്ലോ. അപ്പം നമ്മളിപ്പോൾ ഒരു 50 കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ അവർ ഡിഫറൻ്റ്ലി, ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ പല രീതിയിലുള്ള കഴിവാണ് അവർക്കുള്ളത്. അപ്പം ദ ക്വസ്റ്റ്യൻ ഈസ്, ഹൗ ഡു വി റെക്കഗ്നൈസ് ദാറ്റ് ദേ ആർ ഗിഫ്റ്റഡ് വിത്ത് സച്ച് ആൻഡ് സച്ച് ടോപ്പ് ഓഫ് എ ടാലൻറ്റ്? നമുക്ക് ഇതിനകത്ത് എല്ലാ കുട്ടികൾക്കും ഇതുപോലെ എന്തെങ്കിലും കഴിവുണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതിനകത്ത് വളരെയധികം സിവിയറായിട്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളുണ്ട്. പക്ഷേ ഒരു പരിധി വരെയുള്ള കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ എവിടെയെങ്കിലും ഒരു കഴിവുണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ കഴിവുകളെ നമുക്ക് ഉണർത്തിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, വേണ്ടത്ര ട്രെയിനിങ് നമുക്ക് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, ഒരു പക്ഷേ അവർ നമ്മളെക്കാൾ കൂടുതൽ അപാരമായിട്ട് അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ ഫോക്കസ് കുറച്ചുകൂടി നമ്മുടെ ഈ ഫോക്കസുകൾ പലപ്പോഴും പലതരത്തിൽ ഡൈവേർട്ട് ആവുന്ന സമയത്ത് ഇവർക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. അവർക്ക് ഈഗോ ഇല്ല, അവർക്ക് പരസ്പരം മത്സരങ്ങളില്ല, ഒരു തരത്തിലുള്ള മറ്റൊരു കുട്ടിയോട്ട് അസൂയയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അവർക്ക് അങ്ങനൊന്നും ചിന്തിക്കാൻ അവർക്കില്ല. അപ്പോൾ അവരെ നമ്മൾ ഏൽപ്പിക്കുന്ന കൃത്യം കാര്യങ്ങൾ അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നതിലൂടെ, അതോടെ ഞാൻ പറഞ്ഞത്, ഒരു നമ്മൾ സാധാരണക്കാരെന്ന് അവകാശപ്പെടുന്ന, അതേസമയം യഥാർത്ഥത്തിൽ ഡിസബിലിറ്റി ഉള്ളവർ നമ്മളാണ്, ആ ആളുകളെക്കാൾ കൂടുതൽ മനോഹരമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിലൂടെ ഞാനിതുവരെ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം. ഹലോ സാർ, ആദ്യം തന്നെ ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്ന് കോട്ടയ്ക്കൽ കോട്ടൂർ AKM ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 അധ്യാപകരാണ്. ഞങ്ങൾ ഈ വർഷം ജൂൺ മുതൽ ഈ ലാസ്റ്റ് വരെ ചെയ്തൊരു പ്രവർത്തനം, അത് എൻ്റെ സ്കൂളിൽ നിന്ന് ജില്ലയിലേക്ക് പോരുകയാണ്, അത് കേരളത്തിലേക്കും പടരും. ക്ലാസ് തുടങ്ങുന്നതിന് ഞങ്ങൾക്ക് അധ്യാപകരാണ്. സാധാരണ നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, ഇന്നലെ എന്ത് പഠിച്ചു, നീ എന്ത് എഴുതി കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്ട്രൈറ്റ് ഫോർവേഡ് ടീച്ചർ അങ്ങോട്ട് ക്ലാസ്സിലേക്ക് പോവുകയാണ്. അതിന് പകരം പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. അവർക്ക് എത്രമാത്രം പഠനത്തിന് റെഡിനെസ് ഉണ്ട് എന്നാക്കാൻ വേണ്ടി, പഠനത്തിലേക്ക് താല്പര്യം ജനിപ്പിക്കാൻ വേണ്ടി 2.5 മിനിറ്റിൻ്റെ ഒരു വീഡിയോ എല്ലാ ദിവസവും ക്ലാസ്സിൽ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ക്ലാസ് തുടങ്ങുന്നത്. അതിലാദ്യമായിട്ട് ഞങ്ങൾ ഒരുപാട് വീഡിയോസ് ഇട്ടത് സാറിൻ്റെതായിരുന്നു. വളരെ ഇഫക്റ്റീവായ ഒരുപാട് മോട്ടിവേഷണൽ ഞങ്ങൾ ക്ലാസ്സിലേക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാവാൻ സാറ് ഞങ്ങളോടൊപ്പം നിൽക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. മറ്റൊരു കാര്യം അറിയാനുള്ളത്, വിജയം വരുന്ന സമയത്ത്, നമ്മുടെ കയ്യിൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ ഒരുപാട് ആളുകളുണ്ടാവും. ചെറിയ തരത്തിൽ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും നെഗറ്റീവായ പരാമർശങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായി വിട്ടുകൊണ്ട് പോകുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ള മോട്ടിവേഷൻ വാക്കെന്താണ്? എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയ അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും സംസാരിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്.
നമുക്ക് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ഇത്തരം വിവാദങ്ങളുമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് നമ്മളിലേക്ക് തന്നെ നോക്കാനുള്ളൊരു അവസരം കിട്ടും. കാരണം 2-3 രീതിയിലാണ്. ഒന്ന്, നമുക്ക് ഇതിനെ നിസ്സാരമായിട്ട് അവഗണിക്കണോ, അതല്ലെങ്കിൽ നമ്മളതിനകത്ത് നിന്ന് കാര്യങ്ങൾ പഠിച്ച് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം. തീർച്ചയായിട്ടും ഞാൻ സാധാരണ ചെയ്യാറുള്ളത് ഇത്തരം വിമർശനങ്ങൾ വരുന്ന സമയത്ത് അതിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ച് ഏതാണോ കറക്റ്റ് ചെയ്യേണ്ടത് അതെല്ലാം കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന കാര്യങ്ങളിലൊക്കെ ഞാൻ മുഴുവനായിട്ടൊന്നും കാണാറില്ല. പക്ഷേ പറഞ്ഞു കേട്ട കാര്യങ്ങളിലൊക്കെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് അതിനകത്ത് പ്രത്യേകിച്ചൊരു ഫോക്കസ് വെച്ചിട്ടുള്ളൊരു കാര്യങ്ങളൊന്നും അല്ല ഉന്നയിക്കപ്പെട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും വരുന്നില്ല. അവിടുത്തെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്. നമ്മുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് കാസർഗോഡ് ഇപ്പോൾ ഒരു വലിയ പ്രോജക്റ്റ് തുടങ്ങണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതിലേക്കാണ് ഇപ്പോൾ എൻ്റെ 100% ശ്രദ്ധ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഉള്ളതുപോലെ തന്നെ വളരെ മികച്ച രീതിയിൽ ഈ ഡിസബിലിറ്റി സെക്ടറിലൊരു ആശുപത്രി അടക്കമുള്ള ഒരു സംവിധാനങ്ങളോട് കൂടിയിട്ട് മുന്നോട്ട് പോകണമെന്നുള്ളൊരു സ്വപ്നമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. താങ്ക് യു. Hello. I wanted to ask a question. I mean, I've been watching a lot of inspirational videos of Gopinath Muthukad sir from long time, and in so many, I mean, other than magic also, I remember seeing one YouTube video about a few years back in which against irrationality and superstition, like there was a time when I remember all across India and particularly Kerala, there was that midbrain technology where they blindfold. I mean, they were making a lot of money by, they will teach blindfolded children ki they can see, and there was a video which you put where you were trying to tell ki that is actually fake and your people are making money. So my question is like, I mean, my wish is that you do also many things to remove the superstition and irrationality, especially now in this times, so much of that kind of religious and irrational thinking is coming in the society. So just your comments on that. About the midbrain in general, I'm not particularly about it, but that kind of superstitions, those kind of people trying to make money out of fooling the people using magic. മാജിക് എന്ന് പറയുമ്പോൾ 100% സയൻസാണ്. സയൻസിൽ അപ്പോൾ സാധാരണ മാജിക് കാണുന്ന സമയത്ത് നമ്മൾ ചോദിക്കും അമാനുഷികമായിട്ടുള്ള സിദ്ധിയുണ്ടോ? ചില പെർഫോമൻസ് കാണുന്ന സമയത്ത് ഒന്നുമില്ല. ഒരു തരത്തിലുള്ള മാനുഷിക സിദ്ധി ഒന്നുമില്ല. മാജിക് എന്ന് പറഞ്ഞാൽ പ്യുവർലി സയൻസാണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, സൈക്കോളജി ഇതെല്ലാം കൂടി ചേർത്ത് അവതരിപ്പിക്കുന്ന ആർട്ട് എന്നതിലപ്പുറം അതിനകത്തൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ എന്നോടൊക്കെ സാധാരണ ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യം എന്താ വെച്ചാൽ, പേപ്പർ തന്നതിന് ശേഷം ഇതിന് കറൻസി ആക്കി കൊടുക്കാൻ പറ്റും? 5 പൈസ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, ഉറപ്പാണ്. ഒരു തുള്ളി വെള്ളം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല, ഒന്നും പറ്റില്ല അതിനകത്ത്. അപ്പോൾ അത് നമ്മുടെ കയ്യിലൊരു സാധനം വേണമെങ്കിൽ, ഒരു പനിനീർപ്പ് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ പനിനീർപ്പ് ഒളിപ്പിച്ച് വെച്ച് അതിനെ കൈയടക്കത്തിലൂടെ കാണിക്കുക എന്നല്ലാതെ വേറെ ഒരു സ്ഥലത്തും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇതിനകത്ത് മിഡ് ബ്രെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്ന അത്തരത്തിലുള്ള സൂപ്പർസ്റ്റിഷൻസിൻ്റെ ഭാഗമായിട്ട് കാണിക്കുന്ന ചില കാര്യങ്ങൾ, ഇത് ബ്ലൈൻഡ് ഫോൾഡ് ആക്ട് എന്ന് പറയുന്ന ഒരു മാജിക്കിൻ്റെ പാർട്ടായിട്ടാണ് വി ആർ പെർഫോമിങ് ദാറ്റ് മാജിക് ഇൻ പാർട്ട് ഓഫ് ബ്ലൈൻഡ് ഫോൾഡ് ആക്ട്. ആക്ച്വലി വി ക്യാൻ ക്രിയേറ്റ് 13 വണ്ടേഴ്സ് ഇൻ മാജിക്: പ്രൊഡക്ഷൻ, വാനിഷിംഗ്, ലെവിറ്റേഷൻ, എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ. ഇതൊക്കെ മാജിക്കിൻ്റെ പേരിടുന്നതാണ്. എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്ന് പറയുന്നത് പാർട്ട് ഓഫ് മാജിക്കാണ്, അല്ലാതെ നമ്മളതിന് യഥാർത്ഥത്തിൽ അതല്ല അതിന് ആക്ച്വലി. സോ ബ്ലൈൻഡ് ഫോൾഡ് ആക്ട് എന്ന് പറയുന്ന സമയത്ത് കണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ മജീഷ്യന് കാണാവുന്ന രീതിയിൽ കണ്ണ് കെട്ടാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിപ്പോൾ മൈദമാവ് വെച്ച് കോയിൻ വെച്ചതിന് ശേഷം ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ കാണാനുള്ള ഒരു ടെക്നിക്ക്, ഒരു സീക്രട്ട് അതിനകത്തുണ്ട്. സോ അതറിയുന്നതിൻ്റെ പേരിലാണ് ഇത്തരം ഒരു കാര്യം കണ്ടപ്പോൾ അതല്ലേ എന്നൊരു തോന്നലുണ്ടാവുകയും ഇത് അമാനുഷികമായിട്ടുള്ളൊരു കഴിവാണെന്ന് പറഞ്ഞപ്പോൾ അതല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടൊരു ചാൻസ് ഉപയോഗിച്ചതും മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. നമസ്കാരം സാർ, എൻ്റെ പേര് ജോർജ് മാത്യൂസ് എന്നാണ്. ഞാൻ മാജിക് പ്ലാന്റിൽ 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിലും നമ്മൾ ഒരുപാട് കോട്ടുകൾ കാണുമെങ്കിലും എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു കോട്ട് മാജിക് പ്ലാന്റിലേക്ക് കയറി വരുന്ന സമയത്ത് എഴുതിയിട്ടുണ്ട്: ഒരു മരം കൊണ്ട വെയിലാണ് തണൽ എന്നുള്ളത്. ഒരുപാട് തണൽ സൃഷ്ടിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് സാറിനും മാജിക് പ്ലാന്റിലും. ഡിഫറൻ്റ്ലി ഏബിൾഡ് കുട്ടികളെന്ന് ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് സാറാണ്. അത് സാറിൻ്റെ കമ്മിറ്റ്മെൻറ്റും ഡിറ്റർമിനേഷനും ആ വലിയ ടീമിൻ്റെയുമാണ്.
ആദ്യമേ തന്നെ എൻ്റെ 2 ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു പെർഫോമൻസിന് മുമ്പിൽ ബിഗ് സല്യൂട്ട് ആ സ്റ്റുഡൻസിന് കൊടുക്കാനായിട്ട് ഞാൻ ആലോചിക്കുമായിരുന്നു, ഇപ്പോൾ ഞങ്ങളൊക്കെ 3 or 4 കൊല്ലം എടുത്താൽ പോലും അതിൻ്റെ 10-1 ചെയ്യാനേ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. 2 ചോദ്യങ്ങൾ ചോദിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന്, നമ്മുടെ അക്കാദമിക തലം ഡിഫറൻ്റ്ലി ഏബിൾഡ് കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്? ഞാനൊക്കെ പഠിച്ച സമയത്ത് നമ്മുടെ വിദ്യാഭ്യാസത്തിന് അക്കാഡമിക ടെക്സ്റ്റുകളിൽ പലപ്പോഴും അതിനെക്കുറിച്ചൊന്നും പരാമർശമില്ല. നമ്മുടെ അക്കാഡമിക തലം അല്ലെങ്കിൽ നമ്മുടെ സ്കോളാസ്റ്റിക് സിലബസ് ഫ്രെയിംവർക്ക് ഡിഫറൻ്റ്ലി ഫ്രണ്ട്ലി ആണോ എന്നുള്ളതാണ് സാറിനോട് ചോദിക്കാനുള്ളത്. അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ കഴിവുകളെ കണ്ടെത്തി ഗവൺമെൻറ് ജോബ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അത് മീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എത്രത്തോളം കാലികമായി മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്? സാറിനോടുള്ള ചോദ്യം, ആ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത്? ആ പുസ്തകം എഴുതാനുള്ള ഇൻസ്പിറേഷൻ എന്താണ്? പേഴ്സണൽ ലൈഫിലെ ഇൻസ്പിറേഷൻ ആണോ? എന്താകാം ആ ഒരു ഇൻസ്പിറേഷൻ എന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഈ ജോലി സംബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ആദ്യം പറയുന്നത്. എനിക്ക് തോന്നുന്നത് 4% ആണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഡിസബിലിറ്റി സെക്ടറിലുള്ളവർക്ക് 4% ആളുകൾക്കാണ് ജോലി കൊടുക്കണമെന്നുള്ളത് ഗവൺമെൻറ് നിർദ്ദേശം വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? അപ്പോൾ ഒരു ഡിസബിലിറ്റി ഉള്ള ഒരാളെ ഇപ്പോൾ നമ്മളൊരു പ്രൈവറ്റ് ഫേമിൽ എടുത്തു കഴിഞ്ഞാൽ കൂടെ ഇരിക്കുന്ന ആളുകളുടെ ഒരു പ്രഷർ കാരണം അവർ വീണ്ടും പ്രഷറൈസ് ചെയ്യുമ്പോൾ ഇവർക്ക് അവിടെ നിന്ന് അങ്ങോട്ട് പോകാനുള്ളൊരു കാരണം ഇവരുമായിട്ട് ഇടപെടുന്ന സമയത്ത് അറിയാം വളരെ നിഷ്കളങ്കരാണ് അവർ. നമ്മളെപ്പോലെ ഒരു അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ആളുകളല്ല, വളരെ നിഷ്കളങ്കരാണ്. അതുകൊണ്ട് അവർക്ക് ഈ കൂടുതലായിട്ടുള്ള മാനസികമായിട്ട് പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന സമയത്ത് അവർ ആ ജോലി വേണ്ട എന്ന് വെച്ചാൽ അവർ പോകും. അപ്പോൾ അതുകൊണ്ട് ഈ റൂൾ ഉണ്ടെങ്കിൽ പോലും അത് കൃത്യമായിട്ട് പരിപാലിപ്പിക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. മറ്റുള്ള രാജ്യങ്ങളിൽ അങ്ങനെയല്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഡൗൺ സിൻഡ്രം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ഒരു റെസ്റ്റോറൻറ്റ്, ആ റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ മാത്രമാണ് ഡൗൺ സിൻഡ്രം ഇല്ലാത്ത ആൾ. ബാക്കി മുഴുവൻ ആളുകളും അവിടെ കൈകാര്യം ചെയ്ത ഫുഡ് ഉണ്ടാക്കുന്നവർ എല്ലാവരും ഡൗൺ സിൻഡ്രം ഉള്ള ആളുകളാണ്. പക്ഷേ ഇതിൻ്റെ ഓണറോട് ചോദിക്കുന്ന സമയത്ത് അയാൾ പറയുന്നത് സാധാരണ ഒരാളുകളെ ഒരു ഗ്രൂപ്പിന് വെച്ച് ചെയ്യുന്നതിനേക്കാൾ എത്രയോ കൃത്യമായിട്ടും മനോഹരമായിട്ടും ഇവർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു നമ്മുടെ ഭാഗത്ത് നിന്ന് മാനസികമായിട്ടുള്ളൊരു വളർച്ച നമ്മളാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇവർക്കുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക, ഇവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. അത് നമ്മൾ അവരോട് ചെയ്യുന്ന നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കമ്മിറ്റ്മെൻ്റ് അതാണ്. കാരണം ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഒരു കുട്ടി ഇങ്ങനെ ജനിക്കുന്നത് ഒരു കാരണവശാൽ ആ കുട്ടി ചെയ്തൊരു തെറ്റുകൊണ്ടോ ആ കുട്ടിയുടെ പാരൻസ് ചെയ്ത എന്തെങ്കിലും തെറ്റുകൊണ്ടോ അല്ല അങ്ങനെ ജനിക്കുന്നത്. അതേസമയം ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് മൈക്കിൽ എനിക്ക് സംസാരിക്കാൻ സാധിക്കുന്നതോ എൻ്റെ കൈ ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്നതോ ഇതൊന്നും ഞാൻ നേടിയെടുത്ത ഒരു കഴിവും അല്ലേ? ഇത് നമ്മൾ ബേസിക്കലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അവർക്കുള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് സാമ്പത്തികമായിട്ട് അവരെ സഹായിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് ചെയ്യുക. ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ അതാണ്. പിന്നെ എനിക്ക് വിദ്യാഭ്യാസപരമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്, എൻ്റെ കൃത്യമായിട്ടുള്ള അറിവാണോന്ന് അറിയില്ല, +2 വിദ്യാഭ്യാസം വരെ മാത്രമാണ് നമുക്ക് ഇന്ത്യയിൽ സൗജന്യമായിട്ടുള്ള ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിനകത്തും അവർ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം ചോദിച്ച അതിനോട് ചേർത്ത് പറയാനുള്ളൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ശ്രീ ഗോപിനാഥ് മുതുകാട് എങ്ങനെയാണ് ഈ ഡിസബിലിറ്റി ആയിട്ടുള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. ഞാൻ ആ ചോദ്യത്തിൽ നിന്ന് വായിച്ചെടുത്ത വേറൊരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ പൊതുസമൂഹം എങ്ങനെയാണ് ഈ ഡിസബിലിറ്റിയെ തിരിച്ചറിയുന്നത് എന്നുള്ളത് വലിയ പ്രശ്നമാണ്. ഇന്നിപ്പോൾ ഡിസബിലിറ്റി സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു സർട്ടൺ ഏരിയ വളരെയധികം വികസിച്ചിട്ടുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെല്ലാം ഏതെങ്കിലും തരത്തിൽ ഡിസബിലിറ്റി ഉള്ളവരായിരിക്കും. അതായത് ഒരു 5 വിരലുകളിൽ ഒരാൾക്ക് 6ാമതൊരു വിരൽ കൂടി ഉണ്ടെങ്കിലും ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ഡിസബിലിറ്റി. ഇനി നമ്മുടെ ഈ സാധാരണ പറയുന്നത് പോലെ നീളത്തിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെയും ഡിസബിലിറ്റി എന്ന് പറയും. നമ്മുടെ പല്ലിൻ്റെ എണ്ണം, പല്ലിൻ്റെ വലിപ്പം, ഇതെല്ലാം ഡിസബിലിറ്റിയിൽ വരുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മളെല്ലാം പെർഫെക്റ്റ് ആണെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം ഏതെങ്കിലും വിധത്തിൽ ഡിസബിലിറ്റി എന്താണെന്ന് അറിയാൻ വേണ്ടി തുടക്കകാലം മുതലേ, കുട്ടിക്കാലം മുതലേ ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഡിസബിലിറ്റി സ്റ്റഡീസ് നിർബന്ധമായിട്ട് വേണം. ആ ഡിസബിലിറ്റി സ്റ്റഡീസ് ഉണ്ടെങ്കിൽ മാത്രമേ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒരു തെറാപ്പിസ്റ്റിനാണെങ്കിലും ആർക്കാണെങ്കിലും അവരുടെ ബോഡിയിലുണ്ടാകുന്ന വികാസം, അതൊരു കൗമാരപ്രായത്തിലേക്ക് എത്തുമ്പോൾ അത് ഭിന്നശേഷി കുട്ടിയാണ് എന്ന് കരുതി ആ കുട്ടിയെ പോലെ ട്രീറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം ഹീസ് എ ടീനേജർ. അപ്പം ബോഡിയിലുണ്ടാകുന്ന വ്യത്യാസം അത് അവർക്കുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് തിരിച്ചറിയാൻ വേണ്ടി തീർച്ചയായിട്ടും നമ്മുടെ ഒരു സജഷൻ എന്ന് പറയുന്നത് ഡിസബിലിറ്റി സ്റ്റഡീസ് കുറെ കൂടി വ്യാപകമാകണം എന്നുള്ളതാണ്. സാർ,
രണ്ട് നീല മത്സ്യങ്ങൾ ഇതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. രണ്ട് നീല മത്സ്യങ്ങൾ ആക്ച്വലി നമ്മൾ അതിനകത്തുള്ള ഒരു ട്രാക്കിനെ കുറിച്ച് മാത്രമേ ഈ ഡിസബിലിറ്റി പാത്തുവിനെ കുറിച്ച് പറയുന്നുള്ളൂ. ആക്ച്വലി നോവൽ അത് മാത്രമല്ല. നോവൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൽ ഒരു ഭാഗം മാത്രമാണ് ഈ ഡിസബിലിറ്റി ആയിട്ടുള്ള പാത്തു. രണ്ട് നീല മത്സ്യങ്ങൾ മറ്റൊരു പാർട്ടാണ് ആക്ച്വലി. അത് നോവൽ വായിച്ചതിന് ശേഷം വരൂ. സമയം അവസാനിച്ചു എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആ മോന് ചോദിക്കാൻ പറ്റിയില്ല എന്ന് തോന്നുന്നല്ലേ? അവനൊരു ഓടിവാട്ടാ. സാർ, എനിക്ക് ചോദിക്കാനുള്ളത്, എൻ്റെ പേര് ഗുരുവാറാണ്. ഞാൻ 4th B-യിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ സാറിൻ്റെ മാജിക് വീഡിയോസൊക്കെ കാണാറുണ്ട്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, വാട്ട് ഈസ് ദ ഒറിജിൻ ഓഫ് മാജിക്? അതുകൂടി പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ? മോനെ, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് മാജി എന്ന് പറയുന്നൊരു വർഗ്ഗക്കാർ പേർഷ്യയിലുണ്ടായിരുന്നു. ഭാഷയൊന്നും ഇല്ലാതിരുന്നൊരു കാലത്ത് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ മാജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൻ്റെ പേരാണ്. അവർ സാധാരണ വൈസ്മെൻ, സാധാരണക്കാരേക്കാൾ കൂടുതൽ നന്നായിട്ട് ചിന്തിക്കുന്ന ആളുകളായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ ഈ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട അത്ഭുതങ്ങൾ കാണിക്കുന്നു മറ്റൊരു കൂട്ടരെ കാണിക്കാൻ വേണ്ടി. ഇപ്പോൾ കാറ്റടിച്ച് മേഘം ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോകുമ്പോൾ ഇവരിങ്ങനെ അന്തരീക്ഷത്തിന് ആക്ഷൻ കാണിക്കും. അപ്പോൾ മറ്റൊരു കൂട്ടർ കയറും, ഇവർ ആക്ഷൻ കാണിക്കുന്നതിൻ്റെ പേരിലാണ് മേഘം പോകുന്നതെന്ന് വിചാരിക്കും. ഇങ്ങനെ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇവർ ആക്ഷനിലൂടെ പണ്ട് കാലത്ത് കാണിച്ചിരുന്നു. ഈ മാജി എന്ന് പറയുന്ന വർഗ്ഗക്കാരിൽ നിന്നാണ് മാജിക് എന്നുള്ള പദം വന്നത് എന്നാണ് അറിയുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്.